നമസ്കാരം. നമുക്ക് ഒത്തിരി കോളുകൾ ഓഫീസിൽ കിട്ടുന്ന ഒരു കാര്യമാണ്, ഞാൻ കുറച്ച് പൈസ ലോൺ എടുത്തിട്ട് കൊണ്ടുവരട്ടെ, ആ പൈസ നമുക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പലപ്പോഴും ഫോറിനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് 5% അല്ലെങ്കിൽ വളരെ ഇപ്പോൾ ശരിക്കും 5% ആവറേജ് ഉണ്ട്. പണ്ടൊക്കെയാണ് 2% ഉണ്ടായിരുന്നുള്ളൂ. 5%, ഇവൻ ചില സ്ഥലത്തൊക്കെ 7% ഉണ്ട്. പക്ഷേ ഞാൻ ഇത്രയും വലിയൊരു പൈസ എനിക്ക് ലോണായിട്ട് കിട്ടുകയാണ്. ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഡിസിപ്ലിനോടെ EMI അടച്ച് ഞാൻ തീർക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ പൈസ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പലരും പറയാറുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും പറമ്പൊക്കെ വാങ്ങുന്നത് അങ്ങനെയാണ്. അവിടെ ഒരു ബൾക്ക് പൈസ ലോൺ എടുക്കും, എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യാം. അത് പിന്നെ അസറ്റായിട്ട് വളരും. ഇനി ആ EMI ആയിട്ട് ഇവർ അടച്ചടച്ച് ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 7 വർഷത്തിലേക്ക് തീർക്കും എന്നുള്ളത് എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ലോൺ എടുത്ത് ചെയ്യണം നല്ലതാണോ ഇല്ലേ എന്നുള്ളതാണ് ഇന്നത്തെ സംസാരം. ലോൺ ആൻഡ് ഇൻവെസ്റ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ ബിസിനസ്സുകാരൊക്കെ പറയുന്നുണ്ടാവും, നിങ്ങൾ ലോൺ എടുത്തിട്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നിട്ട് പൈസ മൾട്ടിപ്പിൾ. അപ്പം ബിസിനസ്സും പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടാണ്. ഇപ്പോൾ ഈവൻ പലപ്പോഴും ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരുകളൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ലിവറേജ് ചെയ്യണം, എന്നിട്ട് അത് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാവരും കറക്റ്റാണ്. പക്ഷേ അവർക്കത് മാനേജ് ചെയ്യാൻ അറിയാം, എല്ലാവർക്കും അത് അറിയണമെന്നില്ല. അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് അത്രയധികം ഒരു പേഴ്സണൽ ഫിനാൻസ് അറിയാത്തവർ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോലിയുള്ള ആൾക്കാർ വളരെ പേഴ്സണലായിട്ട് അവനവൻ്റെ ഇൻഡിവിജ്വൽ വെൽത്ത് ഹാൻഡിൽ ചെയ്യണതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊരു ബിസിനസ്സുകാരായിട്ട് നോക്കരുത്. ഇപ്പോൾ അംബാനിയായിട്ടും അല്ലെങ്കിൽ അദാനിയായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റിൽ നോക്കുകയാണെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ് ലോൺ ഉണ്ടാവും. അത് വെച്ചിട്ട് അവർ അസറ്റ് ബിൽഡ് ചെയ്യണം. അത് ബിസിനസ്സാണ്. അത് പ്രൊഫഷണൽസാണ് മാനേജ് ചെയ്യണത്. നമ്മൾ പ്രൊഫഷണൽസ് അല്ല, നമ്മൾ ഇൻഡിവിജ്വൽസാണ് മാനേജ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അങ്ങനത്തെ ആംഗിളിൽ കേൾക്കണം കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ പറയും ഇത് വെച്ചിട്ട് ഇതിനേക്കാളും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുണ്ടാവും. ഇത് ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മളെന്ന് പറയുന്നത് ഒരു 50 ലക്ഷം രൂപ നമുക്ക് ലോൺ കിട്ടാമെന്ന് പറഞ്ഞു. ഒരു 5 വർഷത്തേക്കാണ്. ഈ 5 വർഷത്തേക്ക് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഒരു 5% വെച്ചൊക്കെ ആയിരിക്കും അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ 5% പറഞ്ഞില്ല, ചിലയിടത്ത് 6-7% കണ്ടിട്ടാണ്. ഇപ്പോൾ പലയിടത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനേക്കാളും കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും രൂപ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം EMI ആയിട്ട് ഇന്ത്യൻ മണിയാണ് ഞാൻ ഈ പറഞ്ഞത്, ഒരു 95,000 രൂപ നമ്മൾ മാസം അടയ്ക്കേണ്ടി വരും, പെർ മന്ത്. ഇത്രയും രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ പൈസ 5 വർഷം കൊണ്ട് അടച്ചു തീർക്കുമ്പോൾ ഏകദേശം ഒരു 57 ലക്ഷം രൂപയാവും. അപ്പോൾ 7 ലക്ഷം രൂപയല്ലേ കൂടുതൽ വരുന്നത്. 5 വർഷത്തിനുള്ളിൽ ഇതിനേക്കാളും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു അസംഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇപ്പോൾ നിങ്ങൾ പോയിട്ട് ഒരു ബാങ്കിനോട് ചോദിക്കുകയാണ്, ഒരു ഏജൻറ്റിനോട് ചോദിക്കുകയാണ്, ഇവരെല്ലാവരും പറയും വെരി ഗുഡ്. കാരണം എന്താണ്, നമുക്ക് എല്ലാവർക്കും ഒരു 50 ലക്ഷം രൂപ കച്ചവടമാണ് വരുന്നത്. അപ്പോൾ എവരി വൺ സപ്പോർട്ട് ദിസ്. പക്ഷേ ഇത് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ എന്ത് നോക്കണം എന്നുള്ളതാണ് നമ്മൾക്ക്. ഇതെങ്ങനെ നമുക്ക് റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു സിറ്റുവേഷൻ എന്താണ്, നമുക്ക് ഇങ്ങനെ എടുക്കുന്ന ടൈമിൽ ഒരു ജോബ് ലോസ് സംഭവിക്കണം, അല്ലെങ്കിൽ ഇൻകത്തിന് എന്തെങ്കിലും പറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ചിലവ് കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ EMI അടയ്ക്കണം നമുക്ക് വലിയൊരു ബർഡനായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇൻകം കുറേയൊക്കെ വല്ലതും ചെയ്യണമെങ്കിൽ ഈ ജോബ് ലോസിൽ നമുക്ക് ഇതൊരു വലിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ 5 വർഷത്തേക്ക് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി പോയി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മളിപ്പോൾ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിലെന്തെങ്കിലും ലോസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ പറമ്പൊക്കെ വാങ്ങിയാണെങ്കിൽ പലപ്പോഴും അറിയാൻ പറ്റില്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഒറ്റയടിക്ക് മാർക്കറ്റ് ഒരു 10% താഴെ പോയെന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ 45 ലക്ഷമായി മാറും. ഒറ്റയടിക്ക് ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാവും. അല്ലെങ്കിൽ 20% ആയി കഴിഞ്ഞാൽ ഏകദേശം 40 ലക്ഷം. ഇത് കണ്ടു നിൽക്കാന്ന് പറഞ്ഞാൽ വലിയ ടെൻഷനാവും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഇങ്ങനെ ലോൺ എടുത്തിട്ട് സെപ്റ്റംബറിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 50 ലക്ഷം ഇട്ട് ആൾക്ക് 40 ലക്ഷമായി. കണ്ടു നിൽക്കുമ്പോഴുള്ള ടെൻഷൻ ഒന്ന് ആലോചിക്കുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ 2 റിസ്ക്കുകൾ എന്ന് പറഞ്ഞാൽ. ഇതിനേക്കാളും കൂടുതൽ റിസ്ക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു റിസ്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഇതിലേക്ക് കയറാനായിട്ട്. അതിന് പകരം നമുക്കിവിടെ ഇതെടുക്കണതിൻ്റെ മെയിൻ കാര്യം എന്താണ്, EMI ഇത്ര അടയ്ക്കാൻ പറ്റുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്യണത്. അപ്പോൾ ഈ പറഞ്ഞ പൈസ നമ്മൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ. SIP എന്ന് പറയുമ്പോൾ ഞാനിതിന് ഇപ്പോൾ പലപ്പോഴും ഞാൻ SIP എന്ന് പറയുമ്പോൾ എല്ലാവരും വരെ ഞാൻ മ്യൂച്വൽ ഫണ്ട് മാത്രമാണ് പറയണത്. നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ ഡയറക്റ്റ് നമുക്ക് വാങ്ങിയിടാം. ഷെയറുകൾ നമുക്ക് നല്ല ഷെയറുകൾ നമുക്ക് കണ്ടു വാങ്ങിയിടാം. നമുക്ക് ലോങ്ങർ ടൈമിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ലോങ്ങർ ടൈമിലേക്ക് നമുക്ക് പറ്റിയിട്ടുള്ള ഷെയറുകൾ നമുക്ക് വാങ്ങിയിടാം. ഇനി ഗോൾഡ് വാങ്ങി വയ്ക്കാം. ഗോൾഡ് നമുക്ക് എല്ലാ മാസമല്ലേ വാങ്ങുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഫ്ലക്ച്വേഷനിൽ നമ്മൾ എല്ലാ മാസമേ കൊണ്ട് വാങ്ങുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഉദാഹരണം ഒന്ന് ആലോചിക്കുക, ഇവിടെയാണ് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് താഴെ പോകുമ്പോൾ 50 ലക്ഷം ഇട്ടെങ്കിൽ 25 ലക്ഷമായിട്ട് കുറയണം.
ഇവിടെയാണെങ്കിൽ എല്ലാ മാസവും ഈ 1 ലക്ഷം രൂപ വെച്ച് വാങ്ങണമെങ്കിൽ നമ്മൾ ഏവറേജ് പ്രൈസിലാണ് നമ്മൾ വാങ്ങണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് നമ്മൾ ഒരു 5 വർഷം നമ്മൾ ഈ പറഞ്ഞ 95,000 വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 5 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 12% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ തന്നെ 77 ലക്ഷം രൂപയായിട്ട് വളരും. ഒന്നാലോചിച്ച് നോക്കി, ഈ പറഞ്ഞ പൈസയ്ക്ക് 5 വർഷം കൊണ്ട് 27 ലക്ഷം രൂപ നമുക്ക് ലാഭമുണ്ട്. ഇനി അതല്ല 10% റിട്ടേൺ കിട്ടിയുള്ളെങ്കിലും ഈ പറഞ്ഞ സാധനം ഏകദേശം ഒരു 73 ലക്ഷം രൂപ 75 ലക്ഷം രൂപ ആസ്പാസ് അവിടെ നിൽക്കും ഈ പറഞ്ഞ റിട്ടേൺ എന്ന് പറയാം 5 വർഷം കഴിഞ്ഞിട്ട്. ഇനി 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നില്ല എന്നായിരിക്കും, അടുത്ത 5 വർഷം കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത 6 വർഷം കൂടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പൈസ ഡബിളോ എന്ന് വെച്ചാൽ ഈ പറഞ്ഞത് 5 വർഷം കഴിഞ്ഞ് ഒരു 10 തൊട്ട് 12 വർഷത്തിനുള്ളിൽ മൊത്തത്തിൽ ഇവിടെ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തി 95,000 വെച്ച് അടയ്ക്കണം നിർത്തി, എന്നിട്ട് അവിടെ വെച്ച് വെറുതെ ഹോൾഡ് ചെയ്യണം, പിന്നെ ഫർദർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം 1.5 കോടിയായിട്ട് ഇത് വളരും. ഇനി അതല്ല നിങ്ങൾ അവിടെ നിന്ന് പിന്നെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടും. ഈവൻ നമ്മളുടെ പറമ്പ് വാങ്ങുകയാണെങ്കിലും നമ്മൾ ഈ ബൾക്ക് ഇൻവെസ്റ്റ് വെച്ചിട്ട് നമ്മൾ 5 വർഷം നമ്മൾ കടമൊക്കെ തീർത്തി പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ആ ലാൻഡ് വിൽക്കാൻ പോകുന്നുള്ളൂ. ഈ പരിപാടി തന്നെ നമുക്ക് ഈ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ റിസ്ക് ഒക്കെ എടുത്തിട്ട് ചെയ്തിട്ട് 1.5 കോടി എത്തിക്കാനായിട്ട് പല ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും ഇപ്പോൾ പറ്റുന്നില്ല. ഇവിടെ ആകുമ്പോൾ നമ്മൾ യാതൊരു മെയിൻ്റനൻസും ഇല്ല, നമ്മൾ വളരെ പാസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങളൊന്നില്ലെങ്കിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അഡ്വൈസർ ഏൽപ്പിക്കുന്നു, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തരുന്നു. അപ്പോൾ എത്രമാത്രം റിസ്ക് നമ്മളിവിടെ കുറഞ്ഞേക്കണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താ, ഫ്ലെക്സിബിലിറ്റി ഭയങ്കരമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും മാസം ഇൻകം കുറഞ്ഞു, നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് SIP സ്റ്റോപ്പ് ചെയ്യണം പറ്റും, SIP റെഡ്യൂസ് ചെയ്യണം ഡിക്രീസ് ചെയ്യണം പറ്റും, ഇനി ഇത് ഇൻക്രീസ് ചെയ്യണം, ഇതെല്ലാം പറ്റും, ഇതിൻ്റെ എല്ലാ സാധ്യതയുണ്ട്. ഇനി ജോബ് ലോസ് പോയി കഴിഞ്ഞാലും SIP സ്റ്റോപ്പ് ചെയ്താൽ മതി, ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഇതിൽ യാതൊരു വിധത്തിലും നമുക്കൊരു റിസ്ക് അവിടെ ഇല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ജോബ് ലോസ് വന്നു കഴിഞ്ഞാൽ ഇതെവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അടയ്ക്കും എന്നുള്ളത് ഏറ്റവും വലിയ ടെൻഷനാണ്. കാരണം EMI ആണെങ്കിൽ മാൻഡേറ്ററിയാണ്, ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ലിക്വിഡാണ്. ഇനി നമുക്ക് ഏതെങ്കിലും ചെറിയ പോർഷൻ മാത്രം എടുത്തിട്ട് വിറ്റിട്ടൊരു ഇതിൽ നിന്നൊരു ഇത്രയും രൂപ എത്തിയ ടൈമിൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ആ പൈസ നമുക്ക് വിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതിൽ ചെയ്യുമ്പോഴുള്ള റിസ്ക് എന്താ, ഇത് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, ഏതെങ്കിലും റിവ്യൂ നടത്തണം. ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ. ഇതിനെപ്പോഴും നമുക്ക് ഏതെങ്കിലും അഡ്വൈസറുടെ സഹായത്തോടെ നമുക്ക് ചെയ്യാനും പറ്റും. ഇതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒറ്റയടിക്കുള്ള ആൻസർ ഈ ഒരു കാര്യം ഞാൻ ആവശ്യത്തിൽ കൂടെ എക്സൽ ഷീറ്റിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. പല നമ്മുടെ കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അടക്കം ഒത്തിരി പേര് ഇപ്പോൾ, കാരണം പ്രത്യേകിച്ച് മാർക്കറ്റ് താഴെ വന്ന ടൈമിൽ ഒത്തിരി പേര് നമ്മുടെ ഓഫീസിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്, മാർക്കറ്റ് താന്നിരിക്കുകയല്ല, എനിക്ക് ലോൺ കിട്ടാനുണ്ട്, ഞാനിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ശരിയാണ്, ചിലപ്പോൾ നല്ലതായിരിക്കാം, മാർക്കറ്റ് ഇനി അങ്ങോട്ട് കയറി പോകണമെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. പക്ഷേ ഇതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോബ് ലോസോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇനിയും ഫർദർ ലോസ് വരണമെങ്കിൽ ഓരോ ഇൻവെസ്റ്റേഴ്സിനും അത് കണ്ടു നിൽക്കാനായിട്ട് പലപ്പോഴും പറ്റില്ല. അത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് ഭയങ്കര മോശമാവും. അപ്പോൾ അതിന് പകരം ഈ ഒരു ഫ്ലെക്സിബിലിറ്റി എടുത്തിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ വെൽത്ത് അക്യൂമുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ വിളിച്ച് ചോദിക്കുക, ഓഫീസിൽ ഇമെയിൽ ചോദിക്കുക, കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സേവിങ്, ഹാപ്പി ഇൻവെസ്റ്റിംഗ്. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു.